കാണുന്ന ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്ന് പൊട്ടി വീണ ഒരു ഭൗമ കഷ്ണം പോലെയാണ് സത്യത്തിൽ ശ്രീലങ്കയുടെ നിൽപ്പ്. വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമാകട്ടെ ഹിമാലയത്തിന്റെ മുകളിലാണ് എന്നഭിപ്രായപ്പെട്ട അനവധി ആധുനികരും പൗരാണികരുമായ ചരിത്ര ചിന്തകന്മാരും. ബഹുമാനപ്പെട്ട സയ്യിദ്ന ആദം, ഇതൊക്കെ ആദമിന്റെ മണ്ണാണ്. ആദമിനെ കുറിക്കുന്ന അലൈഹിസ്സലാം. അനവധി കാര്യങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ നടന്നു എന്നാണ് ചരിത്ര ചിന്തകന്മാരും മുഫസ്സിരീങ്ങളിൽ ധാരാളം ആളുകളും വിശദീകരിക്കുന്നത്. കോഴിക്കോട്ട് പാറപ്പള്ളിയിൽ കാണുന്ന ഒരു പാറക്ക് മുകളിലെ കാൽ പെരുമാറ്റം മഹാനായ സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതാണെന്ന് അനുമാനിക്കപ്പെടുന്നു. അത് ശരിയാണെന്ന് വലിയ മഹാകർമ്മയോഗികൾ ബഹുമാനപ്പെട്ട CM അടക്കം ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദമിൻ്റെതാണ് എന്നാണ് വസ്തുനിഷ്ഠമായ മഹാന്മാർ പറഞ്ഞതിന് വസ്തുനിഷ്ഠമായ രേഖകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടുകാരാണ് നമ്മൾ എന്നും നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മണ്ണ് ആദ്യത്തെ സംസ്കാരത്തിന്റെ മണ്ണാണ് സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരുടെ ദുശീലങ്ങളെയും നാട്യങ്ങളെയും സ്വീകരിക്കുക എന്ന് പറയുന്നത് എത്രമേൽ വേദനാജനകമായിരിക്കും എന്നും നാം ആലോചിക്കണം. ഇതിന്റെ പിന്നിൽ കാര്യമായ ഒരു വസ്വാസ് നടന്നുകൊണ്ടിരിക്കും. വസ്വാസ് എന്ന കാര്യത്തിന് എല്ലാ കാലത്തും ഓരോ രീതിയാണ് ഉണ്ടാവുക. അത് ഞാൻ സാന്ദർഭികമായി പറയാണ്. വസ്വാസ് എന്നതാണ് ഗൗരവമായ പ്രശ്നം. ഇബ്ലീസാണ് വസ്വാസ് കൊണ്ടുവരുന്നത്. ഇബ്ലീസിന്റെ പേര് തന്നെ മുവസ്വിസ് എന്നും വസ്വാസ് എന്നുമാണ്. വസ്വാസിന് കാലികമായ ശൈലികളാണുള്ളത്. എന്നും ഒരു രീതിയാവില്ല, ഒരിക്കലുമല്ല. ഉദാഹരണം ബഹുമാനപ്പെട്ട സയ്യിദ്ന ആദമിന്റെ അടുത്ത് പഴവും കൊണ്ടാണ് ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കിയത്, ലഅനത്തുല്ലാഹി അലൈഹി. എന്നാൽ പിന്നീട് ആരുടെയെങ്കിലും അടുത്തൊരു പഴവും കൊണ്ട് ഇബ്ലീസ് ചെയ്യുന്നതായി രേഖയില്ല. അത് അപ്പോഴത്തെ സാന്ദർഭികമായ ഒരു അനിവാര്യത മാത്രമായിരുന്നു. വളരെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇബ്ലീസിനെ നമ്മൾ അവിടുന്ന് പഠിക്കുമ്പോൾ ഇബ്ലീസ് ഒരു പഴക്കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ പഴത്തിന്റെ ആളാണ്, അതിന്റെ ഒരു പ്രൊമോട്ടറാണ് എന്ന് ചിന്തിക്കരുത്. ഇബ്ലീസും പഴവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇബ്ലീസ് അനിവാര്യമായ സാഹചര്യങ്ങളിൽ മുതലെടുക്കുകയാണ് ചെയ്യുക. ആദമിന്റെ അടുത്ത് പഴവും കൊണ്ട് ചെന്നു, അതൊരു പ്രത്യേകമായ അനിവാര്യമായ സാഹചര്യമായിരുന്നു. പിന്നെ ആവശ്യമായ കാര്യങ്ങളൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ നൽകും. ഒരാൾ മുസ്ലിം ആകുമ്പോൾ എന്ന് ചോദിക്കുമെന്ന് പുണ്യനബി. അവിടെ പിതാവിനെയാണ് ഉയർത്തിക്കാട്ടുക. നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും മതത്തെയും താല്പര്യത്തെയും നിരാകരിച്ച് നീ മുസ്ലിം ആവേണ്ടതുണ്ടോന്ന് ഒരാൾ മുസ്ലിം ആകാൻ ഉദ്യമിക്കുമ്പോൾ ഇബ്ലീസ് ചോദിക്കുമെന്ന് മുഹമ്മദ് നബി. അവിടെ അവൻ ആയുധം മാറ്റിയിട്ടുണ്ട്. ഒരാള് സത്യമാർഗത്തിന് വേണ്ടി പുറത്തിറങ്ങി വരുമ്പോൾ, ഒരു യുദ്ധത്തിന് വേണ്ടി, ഒരു സത്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിന്റെ അനിവാര്യമായ ഘട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ ഇബ്ലീസ് ചോദിക്കുമെന്ന് പുണ്യനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുഖാതിൽ ഫതുഖതൽ ഫതുൻകഹ ഇംറഅതുക ഫതുഖസ്സമു അംവാലുക. നീ ഇപ്പോൾ യുദ്ധത്തിന് പോവുകയാണോ? നീ യുദ്ധത്തിന് പോയാൽ നിന്നെ കൊല ചെയ്യപ്പെടുകയില്ലേ? നിന്നെ കൊല ചെയ്യപ്പെട്ടാൽ നിന്റെ ഭാര്യയെ മറ്റൊരാൾ കല്യാണം കഴിക്കില്ലേ? അവിടെ അയാൾ ചരക്കാക്കിയത്, മാധ്യമമാക്കിയത് ഭാര്യയാണ്. സാന്ദർഭികമായി ഇങ്ങനെ മാറും. പടിഞ്ഞാറ് എന്നത് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു വസ്വാസാണ്. വളരെ ഗൗരവമായി മുഫസ്സിരീങ്ങളിൽ ചില ആളുകൾ വസ്വാസിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുതിയ ഒരു വാദം പറയുകയാണെന്നും വിചാരിക്കരുത്. ആധുനിക ഖുർആൻ മുഫസ്സിരീങ്ങളിൽ പ്രധാനികളായ രണ്ട് മഹാന്മാർ, ഒന്ന് അല്ലാമ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ മുഫസ്സിറും പണ്ഡിതനുമായിരുന്ന അല്ലാമ മുതവല്ലി ശഅറാവി റഹിമഹുല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഇംഗ്ലീഷ് ലോകഭാഷയാണെന്ന് അവർ പറഞ്ഞു പരത്തി എന്നാണ് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. ഇതാണ് വസ്വാസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇനി ഒന്നിനും പറ്റില്ല എന്ന ധാരണ എല്ലാവരിലും വന്നുപോയി. ഇതിന്റെ പിന്നിൽ ഒരു വസ്വാസാണ്, ഇബ്ലീസിന്റെ വസ്വാസാണ്. ഞാൻ പറയല്ല, ഞാൻ പുതിയ ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയല്ല. ഇത് വളരെ വസ്തുതമായ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിലൊക്കെ ഒരു ധാരണ പരത്തുക. എന്താ ധാരണ? അത് പൂർണ്ണമായി അവാസ്തവമാണ്. ഒരു അവാസ്തവമായ ഒരു ധാരണ ഇങ്ങനെ പരത്തുക. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് എനിക്കറിയില്ല എന്നൊന്നിനും കൊള്ളില്ല. ഇംഗ്ലീഷാണ് ലോകത്തിൻ്റെത്, ഇംഗ്ലീഷാണ് ലോകഭാഷ, ഇംഗ്ലീഷാണ് ലോക സത്യം, ഇംഗ്ലീഷ് ഇത് തന്നെ. ഇംഗ്ലീഷിനാകട്ടെ ഒരക്ഷരമാല പോലും സ്വന്തമായി ഇല്ല. ABCDEFGHIJKLMN ഇത് ഇംഗ്ലീഷ് അക്ഷരമാലയല്ല, റോമൻ ലിപിയാണ്. റോമൻ ലിപി കടമെടുത്തതാണ്. ഇംഗ്ലീഷിന് ലിപി പോലും ഇല്ല.
ഇംഗ്ലീഷ് ഒരു പാവം ഭാഷയാണ്, ഒന്നുമില്ല, അതിന് ഒരു സാധനവുമില്ല. നമ്മുടെ നാട്ടിലെ ചില കൊങ്കണികൾക്ക് പോലും സത്യത്തിൽ അതിൻ്റെതായ ചില ലിപികൾ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ലിപി പോലും ഇല്ല. ABCD ലിപി ഇംഗ്ലീഷ് ലിപിയല്ല, ABCDEFG എന്ന് പറയുന്ന റോമൻ ലിപിയാണ്. ആ റോമൻ ലിപിയെ ഒരുപാട് ആളുകൾ കടമെടുത്തിട്ടുണ്ട്. അതിലൊരു കൂട്ടർ ഇംഗ്ലീഷാണ്. അതേപോലെ തന്നെ ജർമ്മൻ ഭാഷകൾക്ക് വേണ്ടി കടമെടുത്തിട്ടുണ്ട്. ഇപ്പൊ ചില ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും മറ്റുമൊക്കെ പുറത്തിറങ്ങുന്ന പത്രങ്ങൾ നമ്മൾ കാണുന്ന നേരത്ത് ആ പത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെ ഇംഗ്ലീഷാണെന്ന് വിചാരിച്ചു. സത്യത്തിൽ ചില ജർമ്മൻ എയർവേസിലൊക്കെ ഉള്ള ചില പത്രങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം. ഇപ്പൊ ജർമ്മൻ എയർവേസിലെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ചില പത്രങ്ങൾ, ആ പത്രങ്ങൾ സത്യത്തിൽ ഇംഗ്ലീഷിന്റെ ആൽഫബറ്റ്സിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അതെടുത്തു നോക്കുമ്പോൾ സാധനം ഇംഗ്ലീഷ് അല്ല, അത് ജർമ്മൻ ഭാഷയിലാണ്, കടമെടുത്തതാണ്. ഉദാഹരണം അതുപോലെ തന്നെ ഫിലിപ്പീൻസിന്റെ ഒരുപാട് പത്രങ്ങൾ ഗൾഫിൽ കിട്ടും. നമ്മൾ ഇംഗ്ലീഷാണല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് അല്ല, അത് സത്യത്തിൽ ഫിലിപ്പീൻ ഭാഷയിലാണ്. ആ റോമൻ ലിപിയെ ലോകത്ത് ഒരുപാട് ആളുകൾ രാജ്യക്കാർ കടമെടുത്തിട്ടുണ്ട്. ഫിലിപ്പീൻസ് കടമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്തോനേഷ്യ ഭാഷ ഇംഗ്ലീഷിലാണ് എഴുതുക, കടമെടുത്തിട്ടുണ്ട്. ഒരുപാട് രാജ്യക്കാർ കടമെടുത്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷും കടമെടുത്തുന്നേ ഉള്ളൂ. ഇംഗ്ലീഷിന് സത്യത്തിൽ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ കുറുമ ഭാഷക്ക് ഇവിടെ ഒരവസ്ഥയാണ് സത്യത്തിൽ ഇംഗ്ലീഷിൻ്റെത്. അതിന് ലിപിയില്ല, ഇംഗ്ലീഷിന് ലിപിയില്ല. മലയാളം എത്ര നല്ല ഭാഷ, സ്വന്തമായി അതിന് ലിപിയുണ്ട്. കർണാടക എത്ര നല്ല ഭാഷയാ, കന്നഡ, അതിന് അതിൻ്റെതായ ഒരു ലിപിയുണ്ട്. തമിഴ് എത്ര നല്ല ഭാഷയാ, അതിന് അതിൻ്റെതായ ലിപിയുണ്ട്. പാവം ഇംഗ്ലീഷ്, അതിനൊരു ലിപി പോലും ഇല്ല. ABCD അതിന്റെ ലിപിയല്ലത്, കടമെടുത്ത പാവാണത്. പക്ഷേ ഒരു വസ്വാസിലൂടെ ലോകത്തിന്റെ മുന്നിൽ സ്ഥാപിക്കാൻ കഴിയും. നമ്മളെ ആകെയുള്ള പ്രശ്നം എന്താ അറിയോ? ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ഒന്നും അറിയില്ല, എന്നെ ഒന്നിനും പറ്റില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും. ലോകത്ത് ഇന്ന് കാണുന്ന 990 ശേഷം ആധുനിക ലോകത്തിന്റെ മുന്നിൽ നിങ്ങളൊരു വരക്കൂ എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ, ക്രിസ്തുവിന് മുമ്പും പിമ്പും എന്ന് ചിലരൊക്കെ പറയാറുള്ളത് പോലെ ഇന്ന് ആധുനിക ലോകത്ത് നിങ്ങളൊരു വരക്കാൻ കഴിയുമോ എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ 990 ഞാൻ വരച്ചിരിക്കും എന്നാണ് എനിക്കുള്ള മറുപടി. ഞാന് ഒരു 200-300 കൊല്ലത്തിനിടയിൽ ലോകത്ത് വരക്കാവുന്ന ഒരു സംഭവം 990 990 ലോകത്തിന് വ്യത്യാസം ഉണ്ടായ കാലമാണ്. അതിൽ നമ്മൾ അനുഭവിച്ചു എന്നാണ് നമ്മളൊരു പ്രത്യേകതയും. ചരിത്രമാറ്റം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ ചരിത്രമാറ്റങ്ങൾക്ക് മുഴുവനും നേതൃത്വം നൽകിയത് ഗോർബച്ചേവാണ്. ഗോർബച്ചേവിന് ഇംഗ്ലീഷ് അറിയില്ല എന്നതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. എന്നിട്ട് എന്റെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നത് ഗോർബച്ചേവിന്റെ കളിയാണ് സത്യത്തിൽ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി തകർന്നു പോയത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്തെ ശക്തി കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം ഒന്നുമല്ല, അതിനൊന്നിനും കഴിയില്ല. ക്യാപിറ്റലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചെടുത്ത് ഒപ്പിടാൻ വേണ്ടി നടക്കുന്നവർ മാത്രമാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ. ഒന്നിനും അവർക്ക് കഴിയില്ല. അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തെ അവർ പകർത്തി കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ അച്ചിൽ വാർത്തിട്ടുള്ള ഒരു തരം വരട്ടു തത്വവാദമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അത് ക്യാപിറ്റലിസം തന്നെയാണ്, കൺസ്യൂമറിസം, ഒറിജിനൽ കൺസ്യൂമറിസം ആണ്. സത്യത്തിൽ ഇന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ആത്മാവ് എന്നൊന്നും ഇല്ല എന്നാണ് അവരുടെ വാദം. ഏതായാലും അതിന് വല്ല ആത്മാവുണ്ടെങ്കിൽ അത് 990 നഷ്ടപ്പെട്ടു പോയി ലോകമറിഞ്ഞു. അത് അന്ന് അതിനു മുമ്പേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടു ലോകം അറിഞ്ഞത് 990 അതിന് നേതൃത്വം നൽകിയത് ഗോർബച്ചേവ. ആൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയൂല. എന്നിട്ട് എന്റെ ചരിത്രമാറ്റം വരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ടും എന്റെ ഒന്നുമില്ല. പക്ഷെ അല്ലാതെ ജനഹൃദയങ്ങളിൽ ഇങ്ങനെ അവാസ്തവങ്ങളെ പറഞ്ഞിങ്ങനെ പെരുപ്പിക്കും. അതിന്റെ പിന്നാലെ ആളുകൾ പോകും. അവാസ്തവമാണ് അവർക്ക് പറയാനുള്ളത്. അവർ ചെയ്തൊക്കെ വാസ്തവമാണ്, പറഞ്ഞിട്ടും അവാസ്തവമാണ്. അങ്ങനെയാണ്, ഒന്നും അറിയില്ല. പിന്നെ വാസ്തവം പറഞ്ഞിട്ട് നമ്മളെ മേലെയാകാൻ മാത്രമല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകും. യൂറോപ്പിലേക്ക് പോയ ഒരാൾ യൂറോപ്പിന്റെ നഗരമുഖത്തെത്തുന്നതിന് മുമ്പിനും മടങ്ങിപ്പോന്നിട്ടുണ്ട് ആ മനുഷ്യൻ. ആരാണെന്നറിയോ? ലോക ചരിത്രത്തിന്റെ വിജുഗീഷുവായ സയ്യിദ്ന ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. യസ്അലൂനക അനിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ഇക്റ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. നമ്മൾ ആലോചിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ സൂചിപ്പിച്ചത്. ദുൽഖർനൈൻ, ബഹുമാനപ്പെട്ട സയ്യിദ്ന ദുൽഖർനൈൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം റളിയല്ലാഹു അൻഹു, അദ്ദേഹം സെൻട്രൽ ഏഷ്യയിൽ പോയിട്ട് മടങ്ങിപ്പോയി. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കി. എന്തുകൊണ്ട്
വെറും ഫസാദിന്റെ ആളുകളാണ്. യജൂജ് മൗജൂജിനെ കുറിച്ച് വളരെ ഗഹനമായ ചർച്ച 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ തന്നെ ഞാൻ നടത്തിയിരുന്നു. ആരെങ്കിലുമൊക്കെ അഭിപ്രായക്കേട് പറയുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ ഇന്നവരാരും അഭിപ്രായക്കേട് പറഞ്ഞില്ല. യജൂജിനെ കുറിച്ച് മൗജൂജിനെ കുറിച്ച് ഒരു തരം അബദ്ധ ധാരണകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ വല്ലാതെ ലോകത്തുണ്ടായിരുന്നത്. അപ്പൊ ഞാനതിനൊരു ചെറിയ ഒരു ചില സത്യങ്ങളെ പുറത്ത് കൊണ്ടുവന്നുള്ള ചെറിയ പണിയെടുത്തു 2 കൊല്ലങ്ങൾക്ക് മുമ്പ്. യജൂജ് മൗജൂജിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ എൻ്റെ ചർച്ച. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള ചില കാര്യങ്ങളെയും രീതികളെയും ചിന്തകളെയും മാറ്റുമ്പോൾ ആരെങ്കിലും അഭിപ്രായക്കേട് പറയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഉണ്ടായില്ല. ഒരാൾ ഇന്ന് വരെ യജൂജിനെ കുറിച്ച് പറഞ്ഞ വീക്ഷണത്തിൽ ഒരു അഭിപ്രായക്കേട് ഇന്ന് വരെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അത് സംഭവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല അറബ് നാട്ടിൽ വെച്ച് പ്രഗത്ഭമായ ഒരു സമിതി അത് അറബിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആ ഒരു വിഷയത്തെ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനവർ ഏറ്റെടുക്കാമെന്നും ഷാർജയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്യാമെന്ന് പോലും പറയുകയുണ്ടായി. ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യം എൻ്റെ